ആദിയിൽ ദൈവം ആദാമിനെ ആദ്യമനുഷ്യനായി സൃഷ്ടിച്ചു. പാപമോ മരണമോ ഇല്ലാത്ത ഒരു പൂർണ്ണ ലോകത്തിലാണ് അവൻ ജീവിച്ചിരുന്നത്. എന്നാൽ ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ പാപം ലോകത്തിൽ പ്രവേശിച്ചു, പാപത്തോടൊപ്പം മരണവും വന്നു. അനുസരണക്കേടിന്റെ ആ ഒരു പ്രവൃത്തി എല്ലാ മനുഷ്യരെയും ബാധിച്ചു. ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യനിലൂടെ പാപവും പാപത്തിലൂടെ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. റോമർ 5:12. ആദാം മൂലം നാമെല്ലാവരും പാപത്തിൽ ജനിച്ചു. നാം ദൈവത്തിൽ നിന്ന് വേർപെട്ടു, മരണം ജീവിതത്തിന്റെ ഭാഗമായി. എന്നാൽ ദൈവം നമ്മെ ആ അവസ്ഥയിൽ ഉപേക്ഷിച്ചില്ല. നമുക്ക് ജീവൻ നൽകാൻ അവൻ രണ്ടാമത്തെ ആദാമായ യേശുക്രിസ്തുവിനെ അയച്ചു. യേശു പാപമില്ലാതെ ജീവിച്ചു, നമുക്കുവേണ്ടി കുരിശിൽ തന്റെ ജീവൻ നൽകി. അവന്റെ അനുസരണത്തിലൂടെ നാം ദൈവവുമായി നീതീകരിക്കപ്പെട്ടു. ബൈബിൾ പറയുന്നു, ഒരു പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു നീതിയുള്ള പ്രവൃത്തി എല്ലാവർക്കും നീതീകരണത്തിനും ജീവനും കാരണമായി. റോമർ 5:18. ആദാമിലൂടെ ന്യായവിധിയും മരണവും വന്നു, യേശുവിലൂടെ കൃപയും പാപമോചനവും നിത്യജീവനും വന്നു. ഇതാണ് രക്ഷയുടെ ദാനം. നമ്മൾ അത് സമ്പാദിക്കുന്നില്ല, യേശുവിൽ വിശ്വസിക്കുമ്പോൾ അത് കൃപയാൽ നൽകപ്പെടുന്നു. ഇനി നമുക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ട്: ആദാമിന്റെ പാപത്തിന്റെയും മരണത്തിന്റെയും ശാപത്തിൻ കീഴിൽ ജീവിക്കുക, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ ജീവന്റെ സൗജന്യദാനം സ്വീകരിക്കുക.